ആട് 3 സിനിമയിൽ മമ്മൂക്കയുണ്ട്. സംശയം നോക്കുകയാണെങ്കിൽ നമ്മുടെ വിജയ് ബാബുവിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, മമ്മൂക്കിനെ വെച്ചൊരു ടോക്ക് ഉണ്ടായിരുന്നു സിനിമയിലെ കേമിയോ റോൾ ആയിട്ട്. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് ക്രിയേറ്റീവ് ആയ ഒരു കോള് കാരണം അത് ഒഴിവാക്കി എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ. പക്ഷെ അതിന് പകരമായിട്ട് വേറൊരു ക്യാരക്ടറിനെ കൊണ്ട് അത് ചെയ്തു എന്നും പറയുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ഒരു വേറെ സർപ്രൈസ് കേമിയോ റോൾ സിനിമയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക്. അത് ആരാണെന്ന് അറിയത്തില്ല. അറിയുന്നവരെന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും മമ്മൂക്കേന് വരാത്ത കാരണം നോക്കുകയാണെങ്കിൽ റീസൺസ് ഉണ്ട്. കാരണം ആട് 3 മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും സിനിമയിൽ ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് സിനിമയ്ക്ക്, ലിമിറ്റഡ് ആയ സ്ക്രീൻ ടൈം ആണ് വരികയാണെങ്കിൽ തന്നെ മമ്മൂക്കിക്ക്. സോ അത് സിനിമയെ ബാധിക്കുമോ എന്നൊരു ചോദ്യം കാരണമായിരിക്കാം പടത്തിൽ നിന്ന് മമ്മൂക്കിനെ ഒഴിവാക്കാൻ ചാൻസ് കാണുന്നത്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ യാഷിന്റെ ടോക്സിക് സിനിമയുടെ ഒരു ക്യൂട്ട് ടീസർ നാളെ പുറത്തുവിടാൻ പോവുകയാണ്. ഒരു 9:05 അല്ലെങ്കിൽ ഒരു 9:15 ആകുമ്പോഴേക്കും രാവിലെ പുറത്തു വരുന്നതാണ്. നയൻതാര അതുപോലെ തന്നെ യാഷ് എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നത്. നമ്മുടെ രവി ബസൂർ ആണ് സിനിമയിലെ ഗാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ ഗീതു മോഹൻദാസ് ആണ്. സിനിമ ഈ വർഷം മാർച്ച് മാസം 19-ാം തീയതിയാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ രണ്ടാമത്തെ ടീസറിനായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ടീസറിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ SS രാജമൗലി സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് വാരണാസി എന്ന് പറഞ്ഞ സിനിമ. മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ പ്രിയങ്ക ചോപ്ര, മഹേഷ് ബാബു അങ്ങനെയൊക്കെയാണ് കാസ്റ്റ്. ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്ന കിച്ച സുദീപിന്റെ ഒരു കേമിയോ റോള് സിനിമയിൽ ഉണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട വേഷങ്ങളിലായിട്ട്. എന്തായാലും നിലവിൽ ഇതുവരെയായിട്ട് റൂമർ തന്നെയാണ്. പിന്നെ ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റോള് വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഥാപാത്രം. എന്തായാലും അടുത്ത വർഷം ഏപ്രിൽ 7-ാം തീയതിയാണ് പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് ഉദയനാണ് താരം എന്ന സിനിമേന്റെ പുതിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. പോസ്റ്റ്പോണ്ട് ചെയ്ത സിനിമയും കൂടി ആയിരുന്നു സിനിമ. എന്തായാലും സിനിമ റിലീസ് ചെയ്യാൻ പോകുന്ന ഫെബ്രുവരി മാസം നാളെയാണ് 20-ാം തീയതി. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. 2005-ലെ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ്. അടുത്ത അപ്ഡേറ്റ് ലോക സിനിമയുടെ സെക്കൻഡ് പാർട്ട് തന്നെയാണ്. ലോക ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ വലിയൊരു വിജയമാണ് ബോക്സ് ഓഫീസിൽ കുറിച്ചത്. നമ്മുടെ മോളിവുഡിലെ തന്നെ ആദ്യത്തെ 300 കോടി സിനിമ തന്നെയാണ്. ഒരു ഹൈ പൊട്ടൻഷ്യൽ സിനിമ തന്നെയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ രണ്ടാം ഭാഗത്തിന് ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കുമെന്ന് നമ്മുടെ കല്യാണി പ്രിയദർശൻ ഒരു ക്ലൂ തന്നിരിക്കുകയാണ്. സംഭവം സെപ്റ്റംബർ മാസത്തോടെ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും ഈ വർഷം. അത് മാത്രമല്ല കല്യാണി പ്രിയദർശനും സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളിൽ വരുന്നുവെന്ന് നമ്മുടെ കല്യാണി പ്രിയദർശൻ കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സിനിമ അടുത്ത വർഷം ഓണം റിലീസ് പ്ലാൻ ചെയ്യുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോക ചാപ്റ്റർ 2 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ, ചാത്തൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട്. നമ്മുടെ തലപതി അണ്ണന്റെ ഗില്ലി സിനിമ വീണ്ടും തിയേറ്റർ റിലീസ് വരാൻ പോവുകയാണ്, റിലീസ്. അതും നാളെയാണ് ഫെബ്രുവരി മാസം 20-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ തലപതി അണ്ണന്റെ എക്കാലത്തെയും ഗില്ലി എന്ന് പറഞ്ഞ സിനിമ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ തമിഴ് സിനിമയാണിത്. കാത്തിരിക്കാൻ നമുക്ക് ഗില്ലി സിനിമേന്റെ റിലീസിനായിട്ട് നാളെ ഫെബ്രുവരി മാസം 20-ാം തീയതി. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പോയിൽ വരാൻ പോകുന്ന ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന സിനിമയാണ് L366 എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ റിലീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഉണ്ട്. സിനിമ പൂജ റിലീസ് ആകുമെന്നാണ് കേൾക്കാൻ സാധിക്കും. സിനിമയുടെ തീയതി പരിശോധിക്കുകയാണെങ്കിൽ 15-16 ആയിരിക്കാം പടത്തിന്റെ റിലീസ് ചെയ്ത് വരാൻ ചാൻസ് കാണുന്നത്. പിന്നെ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ഈ വരുന്ന മെയ് മാസത്തോടെ കംപ്ലീറ്റ് ആകുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാത്തിരിക്കാം നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അങ്ങനെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്ത തെറി സിനിമ വീണ്ടും റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ്, പുതിയ റിലീസ് തീയതി. എന്തായാലും കേരളത്തിലെ സിനിമ ആശീർവാദായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ലാലേട്ടന്റെ ആശീർവാദ് സിനിമാസ്. 27-ാം തീയതിയാണ് സിനിമ ഫെബ്രുവരി മാസം റിലീസ് പ്ലാൻ ചെയ്യുന്നത്, നമ്മുടെ തെറി എന്ന് പറഞ്ഞ സിനിമ. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ഇറ്റ്സ് മെഡിക്കൽ മിറാക്കിൾ എന്ന സിനിമേൻ്റെ തന്നെയാണ്. പടത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തുവിട്ടിരിക്കുകയാണ്. സിനിമയിൽ നമ്മുടെ സംഗീത് പ്രതാപ് അതുപോലെ തന്നെ ഷറഫുദ്ദീൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ഷാഹിൻ ഗിരീഷ് ആണ്. നമ്മുടെ കരിക്കിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ സംവിധായകനും കൂടിയാണ്. ഇപ്പോൾ ഈവൻ പുറത്തിറങ്ങിയ ലാസ്റ്റായിട്ട് വന്ന നമ്മുടെ റോക്ക് പേപ്പർ സിസേഴ്സ് അതുപോലെ തന്നെ സമർത്ഥ്യ ശാസ്ത്രം എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ഈവൻ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ് ചെയ്യുന്നത് ആ ഒരു കരിക്കിൻ്റെ തന്നെ ആ ഒരു ഷോർട്ട് ഫിലിം എടുത്ത നിലിൻ സാന്ദ്രയാണ്. മ്യൂസിക് നമ്മുടെ മുജീബ് മജീദാണ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ പോൾ വർഗീസ് അതുപോലെ തന്നെ സുജിത് നായരാണ്. ഇതിലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു ചിത്രത്തിനായിട്ട് ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതാദ്യം നമ്മുടെ ഡോളിബി ദിനേശൻ്റെ സ്ക്രിപ്റ്റ് ആണെന്നും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, നിവിൻ പോളി ആയിട്ട് വന്നു. പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ എന്തായാലും ഇറ്റ്സ് മെഡിക്കൽ മിറാക്കിൾ എന്ന പേരിലാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ വാർത്തകൾക്കായിട്ട് സിനിമകളുടെ